ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ക്യാമറ എവിടെയാണ് അവിടെ നോക്കിയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുഖത്തോട് നോക്കി പോകട്ടെ, അതാണ് സംഭവിക്കുന്നത് ഇവിടെ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഉപ്പുമാവ് കഴിക്കുകയാണ്. സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഇന്ന്. അച്ഛനും മക്കൾക്കും റവ ഉപ്പുമാവും, എനിക്കിവിടെ സേമിയ ഉപ്പുമാവുമാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഉപ്പുമാവ് ഇഷ്ടമല്ല. അപ്പോൾ ഇനിയിപ്പം ഫുഡൊക്കെ ആയിട്ടോ. ചോറും കറിയൊക്കെ ആയി, ഏട്ടന് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ അതാണ്ട് ഉപ്പുമാവ് കഴിക്കുന്നു. ഉപ്പുമാവ് കഴിച്ചിട്ട് മക്കളെ കുളിപ്പിച്ചിട്ട് അങ്ങനെ പഠിപ്പാം. അതാണ് ഇന്നത്തെ പണി, ഇനിയുള്ള പണി. ഇനി പണികളൊക്കെ ഇഷ്ടം പോലെ അടുപ്പുണ്ട് കേട്ടോ. അടുപ്പും തൂപ്പും തുടപ്പും അലക്കലും എല്ലാം പെൻഡിങ് ആണ്. അപ്പം അതെല്ലാം നടത്തണം. സേമിയ എടുത്തോ. കാശിയുടെ കഴിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കാം. സേമിയ ഞാൻ ഈ ഉപ്പുമാവാന്ന് അറിഞ്ഞിട്ട് അവന് ഇഷ്ടമാണ് ഇത്. പക്ഷെ റവയാണ് ഹെൽത്തി, ഇത് മൈദയാണല്ലോ, ഇത് ഇത്ര ഹെൽത്തി അല്ല. മുടിയൊക്കെ ചെയ്യുന്നുണ്ടോ? പണിയൊക്കെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. മോളെ അങ്ങനെ വഴി വിടാൻ പോകണം. കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം കുറച്ച് തുണി കൊണ്ടുപോയി മുക്കി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, സോപ്പ് പൊടിക്കാതെ. അങ്ങനെ ഞാൻ സോപ്പ് പൊടിക്കാതെ മുക്കി വെച്ച് കഴുകാത്ത ഒരാളാണ്. ഇന്നിപ്പം താമസിച്ചില്ലേ, അപ്പം എനിക്കൊന്നും അംഗനവാടി കൊണ്ട് വീട്ടിട്ട് വരുമ്പം പെട്ടെന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് മുക്കി വെച്ചിട്ട് പിള്ളേർ രണ്ടുപേരും കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുക്കി വെച്ചിട്ട് ഓടി വന്നിട്ട് അവരെ കുളിപ്പിച്ചിട്ട് കയറ്റിയിട്ട് നമുക്ക് അംഗനവാടി പോകാനുള്ളത് നോക്കാം. ഓക്കെ, കഴിയൂ. കുറച്ച് തുണി മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മഴയെങ്ങാനും പെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കഴുകാൻ എന്തായാലും കുറച്ചൊന്നും വരില്ല, കാരണം പിള്ളേർ രണ്ടുപേരോടുണ്ട്. പിള്ളേരൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ. അതാ അപ്പം നമ്മൾ കൊത്തു വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയിട്ട് പിള്ളേരെ കുളിപ്പിച്ച് റെഡി ആവട്ടെ. ഒരു 10:30 ആകുമ്പോഴേ ഞാൻ ഇറങ്ങത്തുള്ളൂ കേട്ടോ സാധാരണ. കാരണം അപ്പം ഇറങ്ങിയാൽ മതി. 11 മണിയൊക്കെ ആയിട്ടേ പിള്ളേരൊക്കെ വരത്തുള്ളൂ. രണ്ടുപേരും കുളിക്കാൻ പോയിട്ടുണ്ട്. ഇനി എന്തായി അവസ്ഥ നോക്കാം. കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കും കേട്ടോ. ഇപ്പം ഡെയിലി അങ്ങനെയാണ്, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ്. അതവിടെ ബഹളം കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്താണ് അവസ്ഥ എന്ന്. നിങ്ങൾ കാണിക്കാൻ പറ്റൂല, ഞാൻ നിന്നെ എന്തായാലും അംഗനവാടി പോവാൻ റെഡിയായിട്ട് കാണിക്കാം. അതല്ലേ നല്ലത്, അതാണ് നല്ലത്. അപ്പോൾ റെഡി ആവട്ടെ. ഓക്കെ, റെഡിയായി ഗൈസ്. അംഗനവാടി പോവാൻ റെഡിയായി അല്ലേ കുഞ്ഞി? എവിടെയാ പോന്നേ? ഇന്നത് അംഗനവാടി പോട്ടെ. അതെ, സമയം ഒത്തിരി ആയി. കുറേ ദൂരം നടക്കാനുണ്ട്. അത് തന്നെയാണ് കേട്ടോ പാട്. പോ, നീ പറഞ്ഞോ, കാണാൻ പറ്റും നിന്നെ. നിനക്കെന്താ പറയാനുള്ള? പറ. അതെല്ലാം ഉടുപ്പിനകത്ത് തേക്കണ്ട, അങ്ങോട്ട് നീങ്ങ നടക്ക്. വെയിലാണ് കേട്ടോ, ഭയങ്കര വെയില്. അവിടെ പോയി നിൽക്കല്ലേ, അവിടെ കടന്നല്ലാണെന്ന് പറഞ്ഞെങ്കിൽ പോരെ. ആന്നോ? ഭയങ്കര വെയിലെന്നാണ്, ഭയങ്കര വെയിൽ. ഇപ്പം 2 ദിവസമായിട്ട് ഇത്രയും വെയിൽ വരിക. വണ്ടി വരും, സൈഡിലോട്ട് നടന്നോ. സൈഡിൽ കൂടെ നടന്നു, ഇങ്ങോട്ട് ഈ സൈഡിൽ കൂടെ നടക്ക്. ഭയങ്കര വെയിലാണ്. കുട നോക്കാന്ന് വെച്ചാൽ രണ്ടുപേരെയും പിടിക്കുമ്പോൾ കുട നോക്കാൻ പറ്റൂല. തൊപ്പി എന്തെങ്കിലും വാങ്ങിക്കണം. വെയിലോ വെയില്. ഞങ്ങൾ അംഗനവാടി എത്തിയിരിക്കുന്നു അല്ലേ? ഇവിടെ അംഗനവാടി കുഞ്ഞിയുടെ. അപ്പോൾ അതൊക്കെ നോക്കി നടക്കാം. ആകെ ഇവിടെ ഇത്ര സ്ഥലത്ത് മാത്രമേ ഉള്ളൂ തണൽ. ചെരുപ്പ് ഇപ്പം പൊട്ടിപ്പോകുന്ന ലക്ഷണമുണ്ട്. അമ്മയുടെ ചെരുപ്പ് ഇപ്പം പൊട്ടിപ്പോകുന്ന ലക്ഷണമുണ്ട്. ഞങ്ങൾ അംഗനവാടി എത്തിയിട്ടോ. അംഗനവാടി എത്തി. ഓ, അങ്ങോട്ട് പോ. പച്ചുണ്ടോ? പച്ചുമ്പ ഉണ്ടോ?
കാശിയെ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളിറങ്ങി ചേച്ചിയെ കൊണ്ട് വിട്ടിട്ട് ഇറങ്ങി. ഞാൻ കാച്ചിയുടെ ഉറക്ക സമയം ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങും. അങ്ങനെയാണ് കേട്ടോ. നമുക്കെൻ്റെ ഹായ് പരാശി, ഹായ് ഹായ്. അപ്പോൾ ഇനിയും ഞങ്ങൾ പോകട്ടെ. അങ്ങനെ ആരും നടക്കണ്ടേ, അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമം, ഒരു ചെറിയ വിഷമം. വെയിലും ഓക്കെ. വീടെത്തിയിട്ട് ഞങ്ങൾ സമയം 11:25. ഇനി കുറച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. സാധാരണ ഇത് 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഞാൻ ലൈവ് എടുക്കുകയാണ് പതിവ്. ഇന്നിപ്പോൾ എന്തായാലും തുടയ്ക്കണം, അടച്ചു വാരി തുടയ്ക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ. ഇപ്പം മാങ്ങയാണ് കേട്ടോ. ഏട്ടൻ വീട്ടിപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന. അപ്പോൾ ഈ ഉപ്പുമാങ്ങ കഴിച്ചോണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. കാശിനെ ഉറക്കട്ടെ. ഇത്ര നേരം നമ്മുടെ റെസ്റ്റിംഗ് ടൈമാണ്. കാശി ഉറക്കുന്നതിന് വരെ നമ്മുടെ റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതും കഴിച്ച് അവനെ ഉറക്കി 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ. അവൻ ഇറങ്ങിപ്പോയിട്ടോ. ഇനി ഞാൻ എളുപ്പം പോയിട്ടൊന്ന് തൂത്ത് തുടയ്ക്കട്ടെ. സമയം 12 മണിയായില്ല, 11:50 അത്ര നേരം ഞാൻ റെസ്റ്റ് എടുത്തു. ഇനിയും കൂടെ റെസ്റ്റ് എടുത്താൽ റെസ്റ്റ് മാത്രമേ നടക്കത്തുള്ളൂ, ബാക്കി പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഓരോ പണികളായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കിട്ട് പറ്റുമെങ്കിൽ ലൈവ് കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൻ എണീറ്റില്ലെങ്കിൽ പോയിട്ട് എളുപ്പം തുടയ്ക്കുക തൂക്കുകയൊക്കെ ചെയ്യട്ടെ കേട്ടോ. തുടയ്ക്കേണ്ട ലാസ്റ്റ് സ്റ്റേജിൽ ഇന്നത്തെ തുടയ്ക്കലിൽ ഇവിടെ സമാധാനം ആയിരിക്കുന്നു. ഇതോടെ കൂടി ഇന്നത്തെ തുടയ്ക്കൽ കർമ്മം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ. ഇത് സ്ഥലമായിട്ട് തുടയ്ക്കും കേട്ടോ. ചിലപ്പം പിറ്റേ ദിവസം നമ്മൾ തുടയ്ക്കും. പിള്ളേരുള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കും. അതുകൊണ്ടൊക്കെ കഴിച്ചിട്ട് പൊട്ടിപ്പിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു ദിവസം ഇടവിട്ട് എത്ര നേരം ലൈവ് എടുക്കുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ക്യാമറയുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിന്നിട്ട് ഓഫായി പോയതായിരുന്നു. പിന്നെ ഞാനിപ്പം ക്ലിയർ ആക്കിയിട്ട് നിന്നില്ല. ചോറ് കഴിക്കാൻ പോവാൻ കാച്ചി ഉറങ്ങിയിട്ട് എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ തോരനാൻ പോവാന്ന് പറഞ്ഞേ. ചോറിനാൻ പോവാൻ വരാം. ഉമ്മയുണ്ട് അമ്മയ്ക്ക്. എന്താ അവൻ്റെ ഇരിപ്പ്? അവൻ്റെ ഷർട്ടും അവനേക്കാൾ 2 പേര് കയറി ഷർട്ടിന്. ഷർട്ട് ഊരിയിടാം. ചേച്ചിയെടുത്ത് പോകണ്ടേ? ഞങ്ങൾ ചോറ് കഴിക്കട്ടെ, ചോറ് കഴിച്ചട്ടെ.
കാശി ചോറ് കഴിച്ചിട്ടോ. അപ്പം ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാനിവിടെ കഴിച്ചിട്ട് ഇനി മോളെ വിളിക്കാൻ വേണ്ടി പോകണം. ഇപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2:30 ആകുമ്പോൾ ഇറങ്ങണം. 2:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. വെളുപ്പം ചോറ് കഴിക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കറീസ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്ന് ചോറ് കഴിച്ചിട്ട് നമുക്ക് അവളെ വിളിച്ചിട്ട് വരാം. ഞാൻ ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേനും സമയം കേട്ടോ. ഫോണിൽ കണ്ടുകൊണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ എപ്പിസോഡാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ കാണുക. അതൊക്കെ കണ്ടുകൊണ്ട് ചോറ് കഴിക്കുമ്പോഴത്തേനും സമയമാവും. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് പോവാം കേട്ടോ. ഇറങ്ങാൻ വിളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയെന്നല്ല, ഇറങ്ങാൻ പോവുകയാണ്. ടാറ്റ. കഥ അടയ്ക്കാം. എവിടാ പോന്നേ? എവിടാ പോന്നേ? കാശി എവിടാ പോന്നേ? വെയിലിനൊരു കുറവില്ല. ഭയങ്കര വെയിലെന്നാണ്. ഭയങ്കര വെയിൽ. ഞങ്ങൾ പോപ്പിൾക്കൂടെയൊക്കെ ചൂടിയിട്ടാണ് പോവുക. എവിടുന്നാ കാശി? ഇവിടെ എത്തി കേട്ടോ. കുട്ടീസെല്ലാം കിടന്ന് ഉറക്കമാണ്. എല്ലാവരും ഉറക്കമാണ് കേട്ടോ. ഇവള് മാത്രമേ ഉള്ളൂ ഉറങ്ങാത്തത്. എന്താ ഉറങ്ങാഞ്ഞേ? കാച്ചി അതെന്താ കാശി? ചേച്ചിമാരെന്തെടുക്കുവാ? കുഞ്ഞിച്ചിരി വെള്ളം അവനെടുത്ത് കൊടുക്കുക. ആ ബോട്ടിലും കിടക്ക്. ഞങ്ങളിതാ വീട്ടിലെത്തി ഗൈസ്. ഞങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഇപ്പം വന്നതേ ഉള്ളൂ. സമയം ഇപ്പം എത്രയായിരുന്നോ? എത്രയായി നോക്കട്ടെ, ഒരു മിനിറ്റ്. 3:25 കേട്ടോ. 3:25. 2:30 എപ്പോഴും ഞങ്ങൾ പോയേ. ടാറ്റ പറ, ഹായ് പറ. നീ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഒരു ഉടുപ്പൊക്കെ ഊരിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഞാൻ മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മാഗി ചായ അല്ലേ? അതെ, ഇപ്പം മാഗി ഉണ്ടാക്കി കൊടുക്കട്ടെ. അതൊക്കെ മാഗി ഞാൻ ചായ ഉണ്ടാക്കാം. എന്ത്? ഇതിനകത്ത് 2 പൊടിയുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരെണ്ണം ഇടത്തുള്ളൂ. പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഒരെണ്ണം മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. വലിയതൊന്നും ഇല്ലല്ലോ. പിന്നെ പച്ചക്കറിയൊക്കെ ഇടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടും. പച്ചക്കറി ഒന്നും ഞാൻ ഇപ്പം ഇട്ടിട്ടൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ കുളിച്ച് കഴിയുമ്പോഴൊന്നും ഉഷാറാകത്തുള്ളൂ. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അത് പേര് വെയിലായതുകൊണ്ടാണ് അത്രയും പ്രശ്നം വരിക. കുറച്ചുകൂടെ ആർട്ടിഫിഷ്യൽ അല്ല, കുറച്ചുകൂടെ മനോഹരമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറേ പച്ചക്കറിയും അതുപോലെ കുറച്ചുകൂടെ മസാലയും മുളക് പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുന്നവരുണ്ട്. പച്ചക്കറിയൊക്കെ ചേർക്കണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയുടെ ഗുണമെങ്കിലും കിട്ടുമെന്ന് പറയാം കേട്ടോ. പിന്നെ മസാല വേറെ ഒന്നും ചേർക്കുന്നതിനകത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് ഒന്നും സ്ഥിരം വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമല്ല കേട്ടോ. ഇടയ്ക്കും പിഴക്കൊക്കെ ഇതുപോലെ വേണമെന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പം എനിക്കൊന്ന് പിന്നെ ഗോതമ്പിൻ്റെ റാഗിയുടെയൊക്കെ മാഗി ഇറങ്ങിയിട്ടുണ്ട്, നൂഡിൽസ് ഇറങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഇടയ്ക്കല്ലേ നമ്മൾ മക്കളൊന്നും പുറത്തുനിന്ന് ആഹാരം കഴിക്കാത്ത മക്കളൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പുറത്തുനിന്ന് കഴിക്കുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന മാഗിയൊക്കെ ആണെങ്കിലും സെയിം എഫക്റ്റ് തന്നെ വരുള്ളൂ. പുറത്തുനിന്ന് കൊണ്ടുപോയി കഴിക്കുന്നില്ലല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിക്കാം, ആശ്വസിക്കാം. ഇടയ്ക്ക് കഴിച്ചോട്ടെ, മക്കളല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മാഗിയും ചായയാണ് കേട്ടോ. അതാ നമ്മുടെ മാഗി സെറ്റായിട്ടുണ്ട്. ചായ കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, എനിക്കിതിങ്ങനെ ചൂടോടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ചൂടാക്കാൻ ഇഷ്ടമല്ല. എരിവൊന്നുമില്ല. ആ മസാല ഫുള്ളിട്ടില്ലല്ലോ, 2 പാക്കറ്റ് ഇടണം എങ്കിലേ ഇതിന് അത്ര എരിവൊക്കെ വരത്തുള്ളൂ.
പിള്ളേർക്കല്ലേ അത് മതി. അവർക്ക് കഴിക്കാൻ കൊടുത്ത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചായ കുടിക്കണം. എനിക്കാണ് ചായ നിർബന്ധം, അവർക്ക് ചായ നിർബന്ധമില്ല. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ മാത്രം മതി. എനിക്കാണ് ഈ ചായ നിർബന്ധം. നമുക്ക് ചായ ഇടാം. ചായ ഇട്ടിട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അമ്മ കഴിച്ചു, മോള് കഴിച്ചോ? അപ്പം ഞാൻ ചായ എടുത്തോണ്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ തന്നെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇതാ പിള്ളേരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. എന്തേ ഞാൻ ചായ കുടിക്കട്ടെ. അവര് ചായ കുടിച്ചു കഴിഞ്ഞു. ചായ കുടിച്ചില്ല, മാഗിയൊക്കെ കഴിച്ചു കഴിഞ്ഞതാ ഇവിടെ നിപ്പോണിനി. ഞാൻ രാവിലെ കുതിച്ച തുണി കഴുകാൻ പോകണം. പിന്നെ അങ്ങനെ അല്ല ചില്ലറ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം, വിളക്ക് കൊളുത്തണം, അങ്ങനെ കുറേ പരിപാടീസൊക്കെ ഉണ്ട്. വിളക്ക് കൊളുത്തണ്ടേ? വിളക്ക് കത്തിക്കണ്ട? ഓക്കെ. അപ്പം എന്താ, ഞാനാണെങ്കിൽ ഞാൻ വലിയ ബിഗ് ബോസ് ഫാനൊന്നും അല്ല കേട്ടോ. ബിഗ് ബോസ് അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം ഈ വട്ടത്തെ ബിഗ് ബോസ് അങ്ങനെ കാണാറേ ഉണ്ടായിരുന്നില്ല. ഒരു എപ്പിസോഡ് പോലും മോഹൻലാലിന്റെ ലാലേട്ടൻ വരുന്ന ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ അങ്ങനെ എപ്പിസോഡൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. സോറി. അപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രം ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാ എപ്പിസോഡും ഇല്ല, ചിലതൊക്കെ. അങ്ങനെ ചില എപ്പിസോഡൊക്കെ ഞായറാഴ്ചത്തെ ശനിയാഴ്ചത്തെ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ്. അതുപോലെ കൂടുതലും കാണാൻ ഷോർട്സ് ഒക്കെ വരൂലേ, അതൊക്കെ അങ്ങനെ റീൽസ് വരുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കാണുന്നത്. ഇപ്പൊ 2-3 ദിവസമായിട്ടായി. ഇപ്പോഴാണെങ്കിലും അതേ കാണും. കൂടുതലും ക്യൂരിയോസിറ്റി വരുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാണലൊന്നുമില്ല, എപ്പിസോഡൊന്നും കാണലില്ല. പക്ഷെ എന്താ കുറെ ക്ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ, വരുന്നല്ലാത്ത ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ അരിച്ച് പറഞ്ഞ് ഞാനിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒന്നാമത് പുതിയ ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ അനുമോളായിട്ടിട്ട് എനിക്കങ്ങനെ ഫാനൊന്നും ഇല്ല അതിനകത്ത്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനകത്ത് ആരും ഞാൻ പറഞ്ഞില്ല, കാണുന്നില്ല ശരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഫാനായി പോവും, പക്ഷെ കാണലില്ല. കഴിഞ്ഞ സീസൺ ആണെങ്കിലും അങ്ങനെ കാണലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേര് ലൈവൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ബിഗ് ബോസ് കാണുമോ. അപ്പോൾ കഴിഞ്ഞ സീസൺ അങ്ങനെ കാണലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സീസൺ ഒട്ടും കാണലില്ല. കഴിഞ്ഞ സീസൺ വല്ലപ്പോഴും എന്തെങ്കിലും ചെറിയ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സീസൺ ഒട്ടും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പൊ ഫുൾ അനുമോൾക്കെതിരെയുള്ള എന്താ പോയവരെല്ലാവരും തിരിച്ചു കയറി വന്നിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് എന്താ കണ്ടു കേട്ടോ. കുറേ ക്ലിപ്സൊക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്ന് കാണുമായിരുന്നു. ഇനി അടുത്തെന്താ അവരിനിയും പറയാൻ പോകുന്നതെന്നുള്ളത്. കാരണം ഈ സംഭവങ്ങളൊന്നും നമുക്ക് നേരത്തെ അറിഞ്ഞൂടാ, ഇവരിങ്ങനെ പറയുമ്പോഴാണ്. കാരണം നമ്മൾ അങ്ങനെ കാണലില്ലല്ലോ. കാണുന്നവർക്കല്ലേ പണ്ടെന്തായിരുന്നു നടന്നത്, പണ്ടെന്താ അനുമോൾ എന്താ സംസാരിച്ചെന്നൊക്കെ അറിയുള്ളൂ. പക്ഷെ എല്ലാവരുടെ കിടന്ന് എല്ലാ ദിവസവും ഇത് ക്ലിപ്സ് തന്നെ വീണ്ടും യൂട്യൂബിനകത്ത് ഓടുമ്പോൾ നമ്മൾ വീണ്ടും യൂട്യൂബിനകത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതായിരിക്കും എന്നിങ്ങനെ വിചാരിക്കും. അതുകൊണ്ടായിരിക്കാം അനുമോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നുന്നു. എല്ലാവരും കൂടെ നെഗറ്റീവ് ആക്കാൻ വന്ന അനുമോള് ഇവരെല്ലാവരും കൂടെ കാരണം പോസിറ്റീവ് ഭയങ്കരമായിട്ട് നല്ല റീച്ചിലോട്ട് എത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എല്ലാവർക്കും അതേ അഭിപ്രായമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എല്ലാവരുടെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തിയിട്ട് ഞങ്ങളിപ്പം അകത്ത് പോയി പൊരിക്കാന്നും പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആളുകൾ ഒന്നിച്ച് കയറി വന്നത് കേട്ടോ. ഇൻക്ലൂഡിങ് അനുവിൻ്റെ ഫ്രണ്ട്സും കട്ട ഫ്രണ്ട്സും. എന്നിട്ട് അകത്ത് കയറിയിട്ട് എല്ലാവരുടെ അനുമോളുടെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരോടും ഒന്നിച്ച് ഒരാളെ ഇവർക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഒരാൾ തന്നെ എല്ലാവരുടെ ചേർന്നിട്ട് കോർണർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരെല്ലാവരും ആ ഒറ്റപ്പെടുന്ന ആളുടെ കൂടെ മാത്രമേ നിൽക്കൂ എന്നുള്ളത് സാധാ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അവർക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമായിരുന്നു. എന്തെങ്കിലാട്ടെ ഞാനൊരു ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷക അല്ലാത്തത് കൊണ്ടും നമ്മൾ ചെറിയ ഇതായ കാണുന്നത് കൊണ്ടും പിന്നെ ഇപ്പോൾ ഈ 2-3 ദിവസത്തെ കോൺട്രവേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഐ തിങ്ക് അനുമോൾക്ക് നല്ല ശതമാനം വോട്ട് പ്രതീക്ഷിക്കാം. നേരത്തെ അനീഷായിരുന്നല്ലോ മുമ്പിൽ നിന്നത്. നേരത്തെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെ എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ പേരായിരുന്നു കപ്പ് കിട്ടുന്നതിനകത്ത് മുഖ്യമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. അനുമോള് 2-മത്തെ 3-മത്തെ ഒക്കെ സ്ഥാനത്തായിരുന്നു തോന്നുന്നു. 2-മത്തെ സ്ഥാനത്തായിരുന്നു തോന്നുന്നു അല്ലേ. ഇപ്പോൾ ഇവർ തിരിച്ച് കയറി വന്നവരെല്ലാവരും കൂടെ നല്ല പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് ഫസ്റ്റ് സ്ഥാനത്തേക്ക് ആണ്
ഏകദേശം റിയൽ ആയിട്ടുള്ള പോളിംഗ് എല്ലാം വന്നപ്പോഴത്തേനും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ആരായാലും ജയിക്കട്ടെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. ഇവർക്ക് കയറി പുറത്ത് അകത്ത് നിന്നാലും ഇറങ്ങി വന്നിട്ട് പിന്നെ തിരിച്ചു കയറിയപ്പോൾ എന്താ അവരെങ്ങനെ ചിന്തിക്കുന്നല്ലേ? ആരെങ്കിലും ഒരാൾ എന്തായാലും കപ്പടിക്കണം. അപ്പം അനിമോളാണെങ്കിൽ അനിമോൾ അടിച്ചോട്ടെ എന്ന് ചിന്തിക്കാനുള്ളതിന് ഇത് എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടാക്കി ഒരാളെ മാത്രം ഇങ്ങനെ കോൺട്രവേഴ്സിയിലോട്ട് തള്ളിവിട്ട്. കോൺട്രവേഴ്സി ബിഗ് ബോസിൽ പോകുന്നവർക്കെല്ലാം കിട്ടും, അതെല്ലാം മനുഷ്യർക്കും കിട്ടിയത് ഷോയാന്നൊക്കെ അറിഞ്ഞിട്ടും ഈ ബിഗ് ബോസിൽ പോകുന്നവരൊന്നും നല്ല പേര് വരുന്നത് ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് കിട്ടാതെ ആരും ഇറങ്ങാറില്ലെന്ന് അറിഞ്ഞിട്ടുമല്ലേ എല്ലാവരും ബിഗ് ബോസിലോട്ട് പോകുന്നത്. എന്നിട്ട് അവരെന്തിനാ ഇങ്ങനെ അനുവിനെ മാത്രം രാജി ചെയ്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? എന്തായാലും അനുവിന് ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവരെല്ലാവരോടും ഇങ്ങനെ പ്രശ്നമാക്കിയത്. ലാസ്റ്റിൽ എനിക്ക് തോന്നുന്നത് അനുവിന് ട്രോഫി എടുത്ത് കൊടുക്കേണ്ട അവസ്ഥ എന്നല്ല, ഇത്രയും പേര് ഒരാളെ തന്നെ കോർണർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ മലയാളികൾ അലിയുന്ന മനുഷ്യരാണ്. ആ കുട്ടിയെ അവരെല്ലാവരോടും ഒത്തുചേർന്നിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ എന്തായാലും വോട്ട് അനുവിന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. എന്തേലും നടക്കട്ടില്ലേ, നമുക്ക് എന്താ ഇപ്പം ബിഗ് ബോസിനകത്ത് ആര് ജയിച്ചാലും ആര് തോറ്റാലും നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആരെങ്കിലും ഒരാൾ എന്തായാലും കപ്പടിക്കും. അതിപ്പോൾ അനിമോളോ ഷാനവാസോ അക്ബറോ അനീഷോ ആരായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ അവരുടെ ഗെയിംസ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് ഈ സീസൺ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ അഖിൽമാരായൻ്റെ സീസൺ വരെ എല്ലാ എപ്പിസോഡും മിക്കവാറുള്ള എപ്പിസോഡെല്ലാം മുടങ്ങാതെ കാണാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. മുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അഖിൽമാരാറിനെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആ സീസണിൻ്റെയൊക്കെ പഴയ ക്ലിപ്സ് ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫീഡ് വരുവാണെങ്കിൽ കാണാറുണ്ട് കേട്ടോ. എനിക്കത് ഇപ്പോഴും ഇഷ്ടമാണ്. അതുവരെ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ ജാസ്മിൻ്റെ ഒക്കെ സീസൺ അങ്ങനെ ഇടയ്ക്കും പിഴയ്ക്കൊക്കെ വെച്ചിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ സീസൺ ഒട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വലിയ ബിഗ് ബോസ് പ്രേക്ഷക അല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഇന്നയാൾ ജയിക്കണം ഇന്നയാളുടെ ഗെയിം ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടം. ഞാൻ ലൈവിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിനെ സീരിയൽ കണ്ടിട്ടുള്ള ഒരു ഇഷ്ടം വരില്ലേ, അങ്ങനെ കുറേ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ ഷാനവാസിനെ. അങ്ങനെ കുറേ വോട്ട് വന്നിട്ടുണ്ടാവും. ആ വോട്ടിൻ്റെ ബലത്തിൽ നിൽക്കുന്നുണ്ടാവും ഷാനവാസ്. കാരണം കുറേ കുടുംബ പ്രേക്ഷകർക്ക് ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ. എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അനുമോളെക്കാളും എനിക്ക് ഒരു പിടിയും കൂടെ ഇഷ്ടമായിരുന്നു ഷാനവാസിനെ. നല്ല ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. അനുമോളെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും അതിനകത്തൊരു ആളെ ആണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ആരെ അറിഞ്ഞൂടാ. കഥാപാത്രത്തിന് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഡമാർ പടാർ ഞാൻ സ്റ്റാർ മാജിക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അതിൻ്റെ എപ്പിസോഡെല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് അനുവിനെ അത്ര ഇഷ്ടക്കുറവൊന്നുമില്ല. പരിചിതമായിട്ടുള്ള മുഖമാണ്. എന്നാലും ഒരു പിടി എനിക്ക് ഷാനവാസിനെ അല്ലാതെ ഹീറോ പരിവേഷത്തിൽ ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലാതെ ഞാൻ ആ എപ്പിസോഡൊന്നും കണ്ടിട്ടൊന്നും അല്ല അഭിപ്രായം പറഞ്ഞ എൻ്റേതായിട്ടുള്ളൊരു തിങ്കിങ് പറഞ്ഞേ. പിന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പം യൂട്യൂബിനകത്ത് ബിഗ് ബോസിൻ്റെ റിവ്യൂ എടുക്കുന്നവരുണ്ടല്ലോ, കുറേ കാണാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ 2-3-4 ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് മിക്കവാറും റിവ്യൂസും കാണാറുണ്ട്, ചെറിയ ക്ലിപ്സും അരിച്ചുപറക്കി കാണാറുണ്ട്. അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം യൂട്യൂബ് ചാനലിനകത്ത് വരുന്നതൊക്കെ കാണാറുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറയത്തില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ എത്തി നോക്കാതിരിക്കൂല. അതിനകത്തൊരു മലയാളിയല്ലേ ഞാൻ, എങ്ങനെ പോവും, എങ്ങനെയായിപ്പോൾ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങൾ കാണിച്ചു. കുറച്ച് ദിവസമായി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ മറക്കാതെ കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ. പിന്നെ ഇവിടെ കിടന്ന് നല്ല അലമ്പ് കാണിക്കുന്നുണ്ട്, അതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ടാറ്റ, ബൈ ബൈ, സീ യു.